ഞാനിപ്പോൾ രാവിലെ ആരോഗ്യയിലേക്ക് വരുമ്പം സണ്ണിനെ കണ്ടപ്പോൾ ഒരു കാര്യം അടിച്ചത്, സണ്ണ് നമ്മുടെ ഉദിച്ചു വരുന്ന സൂര്യനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിഡേ ഡാർക്ക്നെസ്സിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഐ ക്വിറ്റ് അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഒരു പറ്റിയ എക്സാമ്പിൾ തന്നെയാണ് സൺ. ബിക്കോസ് റൈസിംഗ് സൺ ഇസ് എ ഡെയിലി റിമൈൻഡർ ദാറ്റ് വി ക്യാൻ ടു റൈസ് അഗെയിൻ ഫ്രം ദി ഡാർക്ക്നെസ്, ദാറ്റ് വി ക്യാൻ ഷൈൻ അവർ ഓൺ ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഡേ ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്. വെൽക്കം ടു ഫ്രഷ് വൈബ്സ്. രാവിലെ തന്നെ നമുക്ക് ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ട്രെയിനർ ഇവിടെ റെഡിയാണ്. സോ ചോദിക്കാം, നമുക്ക് ഇന്ന് എന്തൊക്കെയാണോ പറഞ്ഞു തരുന്നതെന്ന്. ഇന്നെന്താണ്? ഇന്ന് നമ്മൾ ഇത്ര ദിവസം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പുതിയൊരു സിസ്റ്റമാണ്. അതായത് നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നൊരു വിഭാഗമുണ്ട്, അതല്ലെങ്കിൽ എക്സസൈസിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വിഭാഗം. അതായത് എനിക്ക് പ്രായമായി, ഇനി ഇതൊന്നും എനിക്ക് പറ്റില്ലല്ലോ, ഇനി ഞാൻ വ്യായാമം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വയസ്സായില്ലേ ചിന്തിക്കുന്ന ഒരു വലിയൊരു വിഭാഗം സമൂഹമുണ്ട്. അവർക്കായിട്ട് ഒരു ജീരിയാട്രിക് എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് ഏജിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരിയാണ്. എപ്പോഴും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ അവരെ മാറ്റി നിർത്തും. നമ്മൾ മാറ്റി നിർത്തല്ലത് ഈ ഒരു ജനറേഷൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കാം മേ ബി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഈ ഒരു വർക്കൗട്ട് ടിപ്സ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഇതുവരെ ഏജ്ഡ് പീപ്പിൾസിൻ്റെ കാര്യമൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവരെ ഒന്നും മാറ്റി നിർത്തുന്നില്ല. ഏജ് പീപ്പിൾസിനായിട്ടുള്ള വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ഫ്രഷ് വൈബ്സിൽ ഇവിടെ കാണിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. ഹായ്, ഗുഡ് മോർണിംഗ്, ഐ എം ശരത് അഗെയിൻ. ഇന്ന് നമ്മൾ ഒരു എല്ലാത്തിനും വ്യത്യസ്തമായ ഒരു എക്സസൈസാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മമ്മിമാർക്കുള്ള എക്സസൈസായി, ചെറുപ്പക്കാർക്കുള്ള 6 പാക്ക് ലെവൽ എക്സസൈസ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ജിറിയാട്രിക്, അതായത് ഒരു 70 above 80 above ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന 70 to 90s വരെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പവും എല്ലാവരും ചെയ്യേണ്ടതുമായ കുറച്ച് വർക്കൗട്ട്സ് ഇന്ന് പഠിപ്പിച്ചു തരാം. പൊതുവേ നമ്മളുടെ വീട്ടിലുള്ള പ്രായമായ അച്ചാച്ചന്മാർ ഇവർക്കൊക്കെ നടുവേദന അല്ലെങ്കിൽ കാലിലൊക്കെ മൂവ്മെൻറ്റ്സ് കുറവാണ്. ഒരേ ഇരുത്തം അല്ലെങ്കിൽ കിടത്തമായതുകൊണ്ട് അവർക്ക് മസിലിന് വേസ്റ്റേജ് വരും, ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും, കുറേ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാലിൽ നീർക്കെട്ട്, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അവരെ പോസ്ചറൊക്കെ മാറും. അവർക്ക് നടന്ന് ജിമ്മിലൊക്കെ പോകാനുള്ള പ്രായവും കഴിഞ്ഞു കാണണം, അവർക്ക് എക്സസൈസ് ചെയ്യാനും പറ്റില്ല. കാരണം അവർക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല കുറച്ച് എക്സസൈസ് ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മൾക്ക് ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് മോഡൽ ഞാൻ തന്നെയാണ്. പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കുള്ള എക്സസൈസ് ആയതുകൊണ്ട് ഹർഷന് തീരെ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് സോറി, ഹർഷൻ ഇന്ന് റെസ്റ്റിലാണ്. സോ നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് കിടക്കാം. നല്ല കംഫർട്ടബിളായ ഒരു കസേരയിൽ ഇരിക്കുക. അതിനുശേഷം കാല് രണ്ടും ഫ്ലോറിൽ വെച്ചതിന് ശേഷം ഫുട്ട് റേസ്, കാലിങ്ങനെ റേസ് ചെയ്യുക. ഹീല് വെച്ചിട്ട് കാൽ ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക, അപ്പ് ഡൗൺ. പൊതുവേ ആംഗിൾ എപ്പോഴും ടൈറ്റ് ആവും, ആംഗിളിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയും, അവിടെ നീരൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇങ്ങനെ ഒരു 20 to 30 നമ്പേഴ്സ് കാലിങ്ങനെ റേസ് ചെയ്യാം. അത് ഇൻഡിവിജ്വലിയും ചെയ്യാം. 1 2 3 9 and 10. അതുപോലെ തന്നെ മറ്റേ കാലം 1 2 3 9 and 10. അടുത്ത നമുക്ക് ഹീൽ റേസ് ചെയ്യാം. അടുത്ത എക്സസൈസാണ്. രണ്ട് കാലിൻ്റെയും ടോസ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഹീൽ റേസ് ചെയ്യുക. യെസ്, 1 2 3 4 9 and 10 ഹീൽ റേസ്. അടുത്തത് നമുക്ക് നമ്മളെ പൊതുവെ തുടയുടെ മസിൽസൊക്കെ വീക്കാവും, മുട്ടുവേദനയൊക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ് നമ്മളെ ഒരു ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ. കാരണം തുടയുടെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മുടെ ബട്ടക്സിൻ്റെ അഡക്ടാർ എന്നൊക്കെ പറയും, അത് ഫ്ലെക്സാസ്, കാല് മുന്നോട്ട് മടക്കുന്നവർക്കൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒഴിവാക്കാനുള്ള കുറച്ച് എക്സസൈസാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വെയിറ്റ് കഫ്, ഇത് 1 കിലോയുടെ വെയിറ്റ് കഫാണ്.
സാധാരണ ജനറൽ സർജിക്കൽസിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ പയ്യന്നൂർ ടൗണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് കാലിൽ ബൈൻഡ് ചെയ്യാം. ഇത് ബൈൻഡിങ് വെയിറ്റ് ആണ്. കാലിൽ ഒരു 1 kg അല്ലെങ്കിൽ 2 kg എത്രയാണ് കപ്പാസിറ്റി, ആ വെയിറ്റ് എടുത്ത് കാലിൽ ബൈൻഡ് ചെയ്യാം. 2 കാലിനും ഓരോ വെയിറ്റ്സ് ബൈൻഡ് ചെയ്താൽ നല്ലതാണ്. 2 കാലിനും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ലെഗ് റേസ്, കാല് മാക്സിമം ചെസ്റ്റ് ലെവലിൽ പൊക്കുക, താഴ്ത്തുക. നമുക്കൊരു സപ്പോർട്ട് ഇപ്പം പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കാലുകൊണ്ട് കൊടുക്കാം. യെസ്, ലെഗ് റേസ് ഡൗൺ. 3 4 5 9 and 10. ഇതേ വെയിറ്റ് ഊരി മറ്റേ കാല്, ഇപ്പം 2 ഇല്ലയെന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഊരി മറ്റേ കാലിലിട്ട് അതുപോലെ തന്നെ 10 നമ്പേഴ്സ് ചെയ്യാം. 1 2 3 യെസ് 9 10. റിപ്പീറ്റ്. അത് സെയിം എക്സസൈസ് ഒരു 5 to 10 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ ഗ്രാജുവലി നമുക്ക് നല്ല മസിൽ സ്ട്രെങ്ത് ഉണ്ടാവും. ഇവിടെയുള്ള പ്രോബ്ലംസൊക്കെ മാറും. നെക്സ്റ്റ് ഇസ് നീ റേസ്. നമുക്ക് അതേ സ്റ്റാൻസിൽ തന്നെ ഇരിക്കുക, കാല് മെല്ലെ മുന്നോട്ട് ലിഫ്റ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് ഹോൾഡ് ചെയ്യുക, കൗണ്ട് ഡൗൺ. ഒരു 5 seconds ഹോൾഡ് ചെയ്താൽ നല്ലതായിരിക്കും. യെസ് 1 1 2 3 4 5 ഡൗൺ, അപ്പ് 1 2 3 4 5 ഡൗൺ, അപ്പ് 1 2 3 4 5 ഡൗൺ. ഇതേപോലെ ഇത് മറ്റേ കാലിന് ചെയ്യാം. അപ്പ് 1 2 3 4 5 ഡൗൺ, അപ്പ് 1 2 3 4 5 ഡൗൺ. ഇത് പൊതുവേ നമ്മൾ യൂത്തിനായാലും ലിഗമെൻറ്റ് ഇഞ്ചുറി, അതുപോലെ മുട്ടുവേദനയുള്ള പൊതുവെ വരുന്ന ആൾക്കാർക്കൊക്കെ ചെയ്തു പറയുന്ന എക്സസൈസാണ്. ഈ ക്വാഡ്രിസെപ്സ് മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക. തായ് മസിൽസ് സ്ട്രെങ്തൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് ചിരട്ട ഫ്രീ ആവും. നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന എഴുന്നേക്കുമുണ്ടാവുന്ന വേദന, അല്ലെങ്കിൽ ഒരു ഒച്ച കേൾക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്, അതൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കും. അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ടെറാബാൻഡ്. ടെറാബാൻഡ് നിങ്ങൾ കണ്ടു കാണും. ഇതും നമുക്ക് സർജിക്കൽസിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. നമുക്ക് ഈ ടെറാബാൻഡിനെ കാലിൽ ഒരു നോട്ട്സ് ആക്കി ഇടാം. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. കളേഴ്സിലാണ് അതിൻ്റെ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ കളേഴ്സ്. നമുക്ക് അബ്ഡക്റ്റാർ എക്സസൈസ് ആണ്. കാല് ഒരു സൈഡിലേക്ക് നീക്കുക, കൊണ്ടുവരിക. യെസ് 1 2 3 4 5. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് 1 2 3 4 5. നമുക്ക് ഇവിടെയുള്ള മസിൽസിനെയും ഈ 2 സൈഡിലെ ലാറ്ററൽ ആൻഡ് മീഡിയൽ 2 സൈഡിലുള്ള മസിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നല്ലോണം സഹായിക്കും. നെക്സ്റ്റ് നമുക്ക് അപ്പർ ബോഡിയിലേക്കുള്ള ഒരു എക്സസൈസ് ചെയ്യാം. ഇതേ ടെറാബാൻഡ് ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് പിടിക്കാം. നമുക്ക് ഇവിടെ മിഡിലായിട്ട് ഇങ്ങനെ പിടിക്കാം, നമ്മളെ ഷോൾഡറിൻ്റെ ലെവലിൽ. എന്നിട്ട് സ്ട്രെച്ച് ഡൗൺ, സ്ട്രെച്ച് ബാക്ക്. 4 യെസ് 5 6 റിലാക്സ്. ഇങ്ങനെയുള്ള കുറേ കൂടി എക്സസൈസസ് ഉണ്ട്. നമുക്ക് ഗ്രാജുവലി ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഷോൾഡറിന് ബാക്ക് പ്രോബ്ലംസ്, നമ്മളിങ്ങനെ കൂന് പിടിച്ച് പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഈ എക്സസൈസ് ചെയ്താൽ ബാക്ക് സ്ട്രെങ്തനിങ് കിട്ടും. ചെസ്റ്റിൻ്റെ ഈ മസിൽസൊക്കെ നല്ല സ്ട്രെങ്തൻ ആവും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത് ചെയ്യണം. ഇത് ടെറാബാൻഡാണ്. ടെറാബാൻഡിൻ്റെ വെയിറ്റ് 5 kg to 20-30 kg വരെ കാണും. ഇതിൻ്റെ സ്ട്രെച്ച് ബാൻഡ് വെയിറ്റസ്. പിന്നെ അതുപോലെ നിങ്ങളുടെ ഈ വെയിറ്റ് കഫ് എന്നാണ് പറയുക. ഇത് 1 kg and 2 kg ആണ് യൂഷ്വലി മാർക്കറ്റിൽ അവൈലബിൾ. ഇത് 1 kg നിങ്ങൾക്ക് ഏത് സർജിക്കൽസിൽ പോയാലും 300 to 400 rupees കാണും. പക്ഷേ നല്ല സാധനമാണ്, യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു. ഇന്ന് നമ്മൾ
നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് എക്സസൈസാണ് പരിചയപ്പെട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിലപ്പോൾ നടന്നിട്ടും അതുപോലെ ഓടിയിട്ടും ഇരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയറിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന 3-4 എക്സസൈസാണ് നമുക്കിന്ന് കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നെക്കൊണ്ടൊന്നും ആവില്ല അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനൊന്നും ആവില്ല അങ്ങനെയെല്ലാം വിചാരിക്കുന്ന ആൾക്കാർ ഇതെല്ലാം വീട്ടിലിരുന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക, നമ്മുടെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുക. എന്തായാലും ഇനിയും കൂടുതൽ ടിപ്സുമായിട്ട് ഫ്രഷ് വൈബ്സിലൂടെ കാണാം. ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ, ഇറ്റ്സ് മീ ഐശ്വര്യ. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്.